പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. മുഖത്തൊരു കളലക്ഷണം ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആ കളലക്ഷണമായിരിക്കും സുപ്രിയക്ക് ഇഷ്ടപ്പെട്ടത്. ഓ ഡെഫിനറ്റ്ലി. ശരിക്കും അതെ ഓഫ് കോഴ്സ്. ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഒരു ചോദ്യം, പൃഥ്വിക്ക് അല്പം അസുഖകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. എന്റെ ഒരു ഗുണവും ദോഷവും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അയ്യോ എനിക്കറിയില്ല എന്ന് ഞാൻ മറുപടി പറയാറില്ല. അതാണല്ലോ. വ്യക്തമായി മറുപടികൾ പ്രതീക്ഷിക്കാം. ഒരു കുറെ ക്യാമറകളും കുറെ വീഡിയോ ക്യാമറകളും എല്ലാം അണിനിരക്കുന്ന ഒരു മീഡിയ ഇവന്റ് ആക്കി ഞാൻ സ്നേഹിക്കുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് അങ്ങനെ ഒരു മീഡിയ കവറേജ് ഉള്ള ഒരു ഇവന്റ് ആയി മാറുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു നിമിഷത്തേക്ക് ഇനി ഞാൻ ചില വാചകങ്ങൾ സത്യമായിട്ട് പറയുന്നു കൂടെ പറ, എന്നിട്ട് പറ. ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ഒരു മിടുക്കനായ ജേർണലിസ്റ്റിന് അത് മനസ്സിലാക്കാൻ പറ്റും. ശ്രീ ജോൺ ബ്രിട്ടാസ് ഒരു മിടുക്കനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രണയം നാമ്പിട്ടതപ്പോഴാണ്. ഡേറ്റ് പറയാൻ പറ്റില്ലല്ലോ ഒരാളുടെ അടുത്ത് പ്രണയിക്കുമ്പോൾ. ഇതല്ല സുപ്രിയ, എന്നാലും നമുക്ക് പറയാലോ ഇവിടെയാണ് എനിക്ക് എന്റെ പ്രണയം ആരംഭിച്ചത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കൃത്യമായ ഒരു മുഹൂർത്തം പറയാൻ സാധിക്കുമോ? അന്ന് ആണ് എന്റെ പ്രണയം പോവുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ? അത് സിനിമകളിൽ പറ്റുമായിരിക്കും, എനിക്ക് അങ്ങനെ പറ്റില്ല. പൃഥ്വിയിൽ ഇഷ്ടപ്പെട്ടൊരു ഘടകം എന്താണ്? പൃഥ്വിയുടെ പേഴ്സണാലിറ്റി. അതൊക്കെ ഭയങ്കര അബ്സ്ട്രാക്ട് അല്ലേ? അബ്സ്ട്രാക്ട് അല്ല, ഒരാളെ ഫുൾ ആയിട്ടുള്ള ഒരാള് ഹിസ് പേഴ്സണാലിറ്റി ഈസ് വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ മീ ഇനിഷ്യലി. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, ഏറ്റവും മോശപ്പെട്ട സ്വഭാവം ഏതാണ് പൃഥ്വിരാജ്? അത് പറയട്ടെ, ഏറ്റവും എളുപ്പമായിരിക്കും. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. പൃഥ്വിന് നല്ലോണം ദേഷ്യം വരും. പെശകാണ് ആള്. പെശകല്ല, ദേഷ്യം വരും. ആൻഡ് അപ്പൊ കുറച്ചു നേരത്തിന് ഭയങ്കര ചൂടാണ്. മാറി നിൽക്കും. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ ദേഷ്യം കാണിക്കാറില്ല. സോ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ. പക്ഷേ സുപ്രിയയെ പോലും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് കുറെ SMS വന്നിരുന്നു, കണ്ടിരുന്നില്ലേ? മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഈ സുപ്രിയ മേനോൻ പണ്ട് വിവാഹിതയായിരുന്നു. ഈ സുപ്രിയക്ക് പൃഥ്വിരാജിന്റെ അമ്മയുടെ പ്രായമുണ്ട്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് അപ്പൊ മീഡിയ എങ്ങനെ കുറെ വാർത്ത ഉണ്ടാക്കുന്നത് എനിക്കും അറിയാം. എന്റർടൈൻമെന്റ് ജേർണലിസം എങ്ങനെയാണെന്ന് നടക്കുന്നത് എനിക്കും അറിയാം. ഞാനും ജേർണലിസ്റ്റ് ആണ്, അത് മറക്കല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.